ഹലോ, നെക്സ്റ്റ് മോണിറ്റർ. ഓക്കെ, അപ്പോൾ ഇന്ന് മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂളായിട്ട് ഇരിക്കുകയായിരിക്കും. സോ എല്ലാവരും മാക്സിമം പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് മുന്നോട്ട് വരിക, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എടുക്കുന്നത് NLP ട്രെയിനർ ആയിട്ടുള്ള പ്രവീണ മാം ആണ്. മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് സെയിലാണ്. അപ്പൊ ഈ ഒരു സെക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. ഗുഡ് മോർണിംഗ് ഗോപിക, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ചേർത്ത് പിടിച്ച സർവേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ മണിസാറുണ്ട്, ഗോപിക ഉണ്ട്, ബാക്കി എല്ലാവരും കേൾക്കുന്നുണ്ട്, അറിയാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഡിസ്കൗണ്ട് സെയിൽ എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ അതിനൊരു ഉത്തരം പറയുക? എന്താണ് ഈ ഡിസ്കൗണ്ട് സെയിൽ? നമുക്ക് എന്തിനേയും വാല്യൂ ഉള്ള ഒരു സാധനത്തെ നമുക്ക് എപ്പോഴും എന്ത് വേണം? കുറച്ച് കിട്ടണം, അല്ലെ? ഇപ്പൊ ഏതൊരു ആഘോഷം ആയിക്കോട്ടെ, ഏതൊരു പ്രധാനപ്പെട്ട നിമിഷങ്ങളും ആയിക്കോട്ടെ, എവിടെ നോക്കിയാലും നമുക്ക് കാണുന്ന ഒരു ഇയർ എൻഡിങ് ആയിട്ട്, ഒരു ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ ഒരു മാർച്ച് മാസത്തോടു കൂടി നമുക്ക് കാണാം ഡിസ്കൗണ്ട് സെയിൽ. എവിടെ നോക്കിയാലും ഡിസ്കൗണ്ട് സെയിലാണ്. അതായത് മൂല്യമുള്ള ഒരു വസ്തുവിനെ അതിന്റെ കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഇതെങ്ങനെ വിറ്റഴിക്കണം എന്നോർത്ത് ഇത് വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്കൗണ്ട് സെയിൽ. പക്ഷേ ഈ ഡിസ്കൗണ്ട് സെയിലിന് വേറെ ഒരു പിൻവശമുണ്ട്. ഈ പിൻവശം ഒരു പക്ഷേ ഇത് പ്രോസ്പെരിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെരിറ്റി മൈൻഡിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നാം ആയിട്ടുള്ള ഈ കസ്റ്റമേഴ്സിനെ നമ്മുടെ ചുറ്റുമുള്ള ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ വല്ലാത്തൊരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കാരണം ഈ ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കുറഞ്ഞു കിട്ടും, എനിക്ക് കിട്ടുന്നതിൽ എന്താണ് കുറഞ്ഞു കിട്ടുക എന്നൊരു മൂല്യത്തിലേക്ക് എത്തുന്നുണ്ട്. ഒരു പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ പുതിയൊരു സാമ്പത്തിക വർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഉത്സവ സീസൺ നടക്കുന്ന സമയത്താണ് പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു പ്രശ്നം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ എവിടെയും എഴുതി വെക്കും. പക്ഷെ ഡിസ്കൗണ്ട് സെയിൽ എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ്? ഒന്ന് കയറി നോക്കാം, എന്താണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും കുറഞ്ഞു കിട്ടണം. എനിക്ക് എന്ത് കുറഞ്ഞു കിട്ടും? എവിടെ ചെന്നാലും നമ്മൾ ചോദിക്കുന്നതും ഇത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ആവശ്യങ്ങളുടെ മൂല്യങ്ങളോ അത് എനിക്ക് ഏറ്റവും നല്ലതിൽ ഉപയോഗിക്കുന്ന രീതിയിൽ ആകണമോ എന്നുള്ള ചിന്തയിൽ നിന്ന് നാം വഴിമാറി സഞ്ചരിക്കുകയാണെന്നാണ് പ്രോസ്പെരിറ്റി കോൺഷ്യസ്നസ് എന്ന ടോപ്പിക്കിൽ വ്യക്തമായിട്ട് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള വസ്തുവിനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനത്തിന്റെ മൂല്യത്തെ കാണുന്നതിന് പകരം അവിടെ ഞാൻ ഉപയോഗിക്കുന്ന പണത്തിന് എന്ത് ഡിസ്കൗണ്ട്, എന്ത് കുറഞ്ഞു കിട്ടും എന്നൊരു ചിന്തയിലേക്ക് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണം, ഏറ്റവും നല്ല സാധനങ്ങൾ കൊണ്ട് എനിക്ക് ഉപയോഗം ഉണ്ടാകണം എന്ന ചിന്തയിൽ നിന്നും മാറി അവിടെ എനിക്ക് മൂല്യമുണ്ടെങ്കിൽ എന്റെ ആവശ്യപ്പെട്ട സാധനം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടണം എന്നൊരു ചിന്താഗതിയിൽ പറയുന്നുണ്ട്. ഈ പ്രോസ്പെരിറ്റി കോൺഷ്യസ്നെസ്സിലേക്ക് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എനിക്കിപ്പോ നല്ലൊരു ഡ്രസ്സ് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് ഏറ്റവും എനിക്ക് ഉപകാരപ്പെട്ട രീതിയിൽ എനിക്ക് ചേരുന്ന ഒരു വസ്ത്രം, എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വസ്ത്രമായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയണം എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ ആദ്യം എത്തണം എന്നാണ് പ്രോസ്പെരിറ്റി കോൺഷ്യസ്നെസ് പറയുന്നത്. അതായത് നമ്മളൊരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് വലിയ വലിയ ഷോപ്പുകൾ കാണുമ്പോൾ ഒരു പക്ഷെ നമുക്കൊരു മടിയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് ഇത്തരം വലിയ ഷോപ്പുകളിൽ കയറിയാൽ വലിയ മൂല്യം കൊടുക്കേണ്ടി വരും എന്നൊരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വളർന്നെടുക്കും. പക്ഷെ പ്രോസ്പെരിറ്റി കോൺഷ്യസ്നസ് പറയുന്നത് നിങ്ങൾക്ക് അത്തരം ഒരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് വലിയ ഒരു ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സിൽ ഒരു പക്ഷെ ആവശ്യത്തിനുള്ള മൂല്യം ഇല്ലെങ്കിലും നിങ്ങളുടെ ആവശ്യം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഷോപ്പിലേക്ക് ധൈര്യപൂർവ്വം കയറി ചെല്ലുക എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പക്ഷെ 100 രൂപ കയ്യിൽ വെച്ച് നമ്മൾ ഒരിക്കലും താജ് ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറുവോ? ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ മനസ്സിലുള്ള ചിന്താഗതി എന്താണ്?
ആ താജ് ഹോട്ടലിൽ എനിക്ക് കയറാനുള്ള മൂല്യമില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സാധ്യതകളില്ല. പക്ഷെ പ്രോസ്പെരിറ്റി കോൺഷ്യസ്നസ് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എനിക്ക് താജ് ഹോട്ടൽ ഒന്ന് കയറി നോക്കണം എന്നൊരു തോന്നലുണ്ടായാൽ അത് ആദ്യം ഒന്ന് എഴുതി വെച്ചതിന് ശേഷം അതിലേക്കായിട്ട് മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു ഡിസ്കൗണ്ട് സെയിൽ നമുക്ക് കാണാം, ചില സമയത്ത് ചില ഹോട്ടലുകളുടെ മുന്നിൽ എഴുതിയിരിക്കുന്നത് ഈ എന്താണ്, ഇത്രയും റൈസ് ഫ്രീ, ഇത്രയും റൈസ്, അതായത് ഇത്രയും വലിയൊരു റൈസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ഒരു കോംബോ ഓഫർ എന്ന് പറയുന്ന പോലെ അത്തരത്തിൽ ഒരു കോംബോ ഓഫറിലേക്ക് എഴുതി വെക്കുന്നതാണ്. ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനത്തിന് മൂല്യം അല്ലെങ്കിൽ അതിനൊരു ഉറപ്പ് തരാൻ ആ ഒരു ഷോപ്പിന്റെ ഉടമ തയ്യാറാവില്ല. കാരണം ഇത് ഡിസ്കൗണ്ട് ആയിട്ട് തരുന്നത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന മൂല്യം അതിലില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ നമ്മുടെ ലക്ക് കൊണ്ടൊക്കെ ആയിരിക്കും ചില സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ നല്ല സാധനങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് സെയിൽ എന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് പോകരുത് എന്ന പ്രോസ്പെരിറ്റി കോൺഷ്യസ്നെസ്സിലേക്ക് വ്യക്തമായി പറയുന്നുണ്ട്. എനിക്ക് കുറഞ്ഞ രീതിയിൽ എന്റെ സാധനം കുറഞ്ഞ രീതിയിൽ നിന്നുള്ളതിന് പകരം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേകപ്പെട്ട ഒരു വസ്തു അത് ഏറ്റവും നല്ല മൂല്യമുള്ള വസ്തുവായിട്ട് എന്റെ കൈകളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കണം എന്നാണ് പ്രോസ്പെരിറ്റി കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അബണ്ടൻസ് എന്ന ടോപ്പിക്കിൽ ഏറ്റവും വ്യക്തമായിട്ട് പറയുന്നത്. ഈ ഡിസ്കൗണ്ട് സെയിൽ എന്ന രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതനുസരിച്ച് ഒരു ഗ്യാരണ്ടിയും ഒരു ഷോപ്പുകാരും അവർക്ക് തരാൻ സാധിക്കില്ല. കാരണം അവർ ഒരു പക്ഷെ കാലങ്ങളോളം അവിടെ ഇരുന്ന വസ്തു, അല്ലെങ്കിൽ ഒരു വർഷത്തോളം അവിടെ ഇരുന്ന് പഴകിയ ഒരു വസ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉള്ള ഒരു വസ്തുവാണ് നമ്മളിലേക്ക് കൈമാറി തരുന്നത്. അപ്പൊ അതിനൊരു ഗ്യാരണ്ടി തരാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ല. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് വാങ്ങാൻ ഈ ഡിസ്കൗണ്ട് സെയിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ മെന്റലിലേക്ക് പോകുന്ന, മെന്റലി നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും അത്രേ. അതായത് എനിക്ക് ഇത്തരം സാധനങ്ങൾ ഏറ്റവും ഡിസ്കൗണ്ട് ഉള്ള റേറ്റിൽ മാത്രമേ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് ഉയരത്തിൽ, അല്ലെങ്കിൽ മണി ഏറ്റവും നല്ല രീതിയിൽ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വന്നെങ്കിൽ മാത്രമേ ഏറ്റവും നമുക്ക് ആഗ്രഹമുള്ള സാധനം മൂല്യമുള്ള രീതിയിൽ നമ്മുടെ കൈകളിലേക്ക് വരികയുള്ളൂ. നമുക്ക് എപ്പോഴും ഡിസ്കൗണ്ട് സെയിൽ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എനിക്ക് കിട്ടണം എന്നുള്ള ചിന്താഗതിയിലേക്ക് മാറണം. എനിക്ക് കിട്ടുന്ന എന്തും വില കുറഞ്ഞു കിട്ടണം. പക്ഷെ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു മെന്റാലിറ്റിക്ക് പോകുകയില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഓട്ടോയിൽ കയറുന്ന സമയത്ത്, സാധാരണ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ നമുക്ക് 40 രൂപയാണ് ചാർജ് എന്ന് വിചാരിക്കുക. ആ ഓട്ടോക്കാരൻ അന്ന് പറയുന്നത് ഇന്ന് എനിക്ക് 50 രൂപയാണ് ചാർജ്. അപ്പൊ നമ്മൾ ഉടനെ പറയും 40 രൂപയാണ് ഞാൻ സ്ഥിരം കൊടുക്കാറ്. ഈ 10 രൂപ കൊണ്ട് ഈ വ്യക്തി എന്തായാലും ഒരു വലിയൊരു മാളികയോ കൊട്ടാരം ഒന്നും പണിയുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ആ കൊച്ചു ഓട്ടോ പോലും അദ്ദേഹം ഓടിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഈ സമയം, അതായത് 10 മണി കഴിഞ്ഞാൽ നമ്മുടെ റേറ്റിന് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് 40 എന്നുള്ള രീതിയിൽ 50 എന്നുള്ളതിലേക്ക് പറയേണ്ടി വരും. അപ്പൊ അത്തരം ഒരു പ്രോസസ് അപ്പോഴും നമ്മൾ അവിടെ വാദിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് 40 രൂപ കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു 50 രൂപ കൊടുക്കുന്ന, ഒരു 10 രൂപ കൂട്ടി കൊടുക്കാനുള്ള ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നില്ല. എനിക്ക് എന്ത് കിട്ടും? എനിക്ക് കിട്ടിയ 40 രൂപ എനിക്ക് ആ ലാഭത്തിലൂടെ കടന്നു പോകണം. ഞാൻ അവിടെ കൊടുക്കുന്നതിലേക്ക് കുറച്ച് പിന്നോട്ട് പോകും. ഒരു പക്ഷേ നാളെ അല്ലെങ്കിൽ നാളെ മുതൽ ഒരു പക്ഷെ ഇവിടെ ഒരു മലയാള മാസത്തിൽ ഒരു പ്രത്യേകത ഉള്ളൊരു മാസം തുടങ്ങുകയാണ്. അതിൽ ഇങ്ങനെയാണ്, വൈശാഖ മാസം. ഒരു പക്ഷെ നിങ്ങൾ പത്രത്തിലൂടെ കണ്ടിട്ടുണ്ടാവും അക്ഷയ തൃതീയ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസത്തെ കുറിച്ച്. ഇതൊന്നും പണ്ടൊന്നും അങ്ങനെ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അക്ഷയ തൃതീയ പണ്ടുള്ള കാലങ്ങളിൽ ഇങ്ങനെയാണ് അത്ര പറഞ്ഞിരുന്നത്. അതായത് നമുക്കുള്ള സാധനങ്ങൾ, വിശേഷപ്പെട്ട സാധനങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക. ഒരുപക്ഷെ റംസാൻ കാലഘട്ടത്തിലും ഈ പ്രാർത്ഥനയുടെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ വൈശാഖ മാസം എന്ന് പറയുന്ന, ഇനി നാളെ മുതൽ തുടങ്ങുന്ന ഈ മാസത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വാങ്ങിക്കൂട്ടുക എന്നുള്ളതല്ല. ഈ അക്ഷയ തൃതീയ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് കൂടി പറയുന്നു. കാരണം വാങ്ങിക്കൂട്ടി, ഇത് വാങ്ങിയാൽ എന്നിലേക്ക് ഒരുപാട് സമ്പത്തുകൾ വരും എന്ന് പറയുന്നതിന് പകരം അക്ഷയ തൃതീയ ഇങ്ങനെയാണ് അത്രേ പണ്ട് അതിനെ രൂപപ്പെടുത്തിയിരുന്നത്. നിങ്ങളിലുള്ള മൂല്യമുള്ള വസ്തു മറ്റുള്ളവർക്ക് നൽകുക.
മൂല്യമുള്ള വസ്തു മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമ്മളിലേക്ക് കൂടുതൽ ഐശ്വര്യങ്ങളും സമ്പത്തും കൂടുക മാത്രമേ ചെയ്യൂ. അത് എന്ത് തന്നെയാണെങ്കിലും ഒരു ഭക്ഷണമാണെങ്കിലും കൊടുക്കുമ്പോൾ അത് ഇരട്ടിക്കും എന്ന് പറയുന്നത് പോലെ എന്താണ് മൂല്യമുള്ള വസ്തു അപ്പൊ കൊടുക്കുമ്പോൾ കൂടും എന്ന് പറയുന്നത് പോലെ ഈ ഡിസ്കൗണ്ട് സെയിൽ നമ്മളെ മറ്റൊരു രീതിയിലേക്കുള്ള മാനസികാവസ്ഥയിലേക്കാണ് മാറ്റുന്നത്. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും എന്നൊക്കെ എന്നിലേക്ക് വരാനുള്ള എപ്പോഴും ചിന്താഗതിയിലേക്ക് നമ്മളെ മാനസികമായി പാകപ്പെടുത്തി കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. പകരം എനിക്ക് കിട്ടേണ്ട സാധനം ഏറ്റവും മൂല്യമുള്ള വസ്തുവായിട്ട് മാറണം. അത് എനിക്ക് എന്താണ് വേണ്ടത്, എനിക്കൊരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു TV ആണ് വാങ്ങുന്നതെങ്കിൽ ഇത് എവിടെ വില കുറഞ്ഞ് കിട്ടുമെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. അല്ലാതെ വാങ്ങിക്കേണ്ട സാധനം എനിക്ക് എന്റെ വീട്ടിൽ ഏറ്റവും സുരക്ഷിതമായി ഇരിക്കണമെന്നോ അതിലേറ്റവും കൂടുതൽ ഉപകാരപ്പെടണമെന്നോ എന്നുള്ള ചിന്തയ്ക്ക് പകരം ഈ ഒരു വസ്തു എനിക്ക് ഏറ്റവും വില കുറഞ്ഞത് എവിടെ കിട്ടും എന്നൊരു ചിന്താഗതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാൽ പ്രോസ്പെരിറ്റി കോൺഷ്യസിൽ എടുത്തു പറയുന്ന കാര്യം ഇത് തന്നെയാണ്. വേണ്ട സാധനം ഏറ്റവും മൂല്യമുള്ള വസ്തുവായിട്ട് എനിക്ക് വാങ്ങാൻ കഴിയണം, അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എന്ന ചിന്തയിലൂടെയാണ് അത്രേ പോകേണ്ടത്. അത് നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന് പകരം അങ്ങോട്ട് കൊടുത്ത് എനിക്ക് ഏറ്റവും നല്ല മൂല്യമുള്ള വസ്തു എന്റെ കൈകളിലേക്ക് വരണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഒരു വസ്തു ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ടോപ്പായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടെത്തുക. ഏറ്റവും നന്നായി ഡിസ്പ്ലേ ചെയ്ത് ഏറ്റവും നല്ല മൂല്യമുള്ള വസ്തു, അവിടെ ഡിസ്കൗണ്ട് ഒന്നുമില്ല, അവിടെ കയറി അത് ആദ്യം കണ്ടെത്തുക. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളത് ഇതാണ്, ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് രേഖപ്പെടുത്തുക. ഇന്ന സാധനം, ഇത്ര രൂപയുള്ള സാധനം എന്റെ കൈകളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും പിന്നീട് നമ്മൾ അത് എഴുതി വെക്കണം എന്ന് കൂടി പറയുന്നുണ്ട്. എനിക്ക് അതായത് ഒരു TV വേണം, ഈ TV വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഷോപ്പുകളുടെ എണ്ണം ആലോചിക്കുമ്പോൾ ഇവിടെ ഇത്ര ഡിസ്കൗണ്ട് സെയിൽ ഉണ്ട്, ഇവിടെ ഇത്ര ഡിസ്കൗണ്ട് സെയിൽ ഉണ്ട്. നമ്മൾ ഏതാ നോക്കുക, ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് എവിടെ കിട്ടും അവിടേക്കാണ് നമ്മൾ ആദ്യം ഓടിയെത്തുക. പക്ഷെ അങ്ങനെ ഡിസ്കൗണ്ട് തരുന്നില്ല, ഡിസ്കൗണ്ട് സെയിൽ എഴുതി വെച്ചിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഷോപ്പുകളിൽ ഒരിക്കലും അവർക്ക് ഗ്യാരണ്ടി തരാൻ കഴിയില്ല. കാരണം അവർ തന്നെ പറയുന്നുണ്ടാവും, ഇത്രയും ഡിസ്കൗണ്ട് തരുമ്പോൾ നമ്മൾ സാധനങ്ങൾ തിരിച്ചെടുക്കില്ല. അതായത് അവർ നമുക്ക് ആ മൂല്യമുള്ള വസ്തു ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ തരുമ്പോൾ അവിടെ ചില നിബന്ധനകൾ വെക്കുന്നു എന്നർത്ഥം. ഇത്തരത്തിൽ മനസ്സിലെ നമ്മൾ പാകപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ എനിക്കെന്ത് കുറഞ്ഞു കിട്ടും എന്ന രീതിയിലേക്കാണ് ഇത്രയും ചിന്തകൾ പോകുന്നത്. പകരം എനിക്ക് വേണ്ട സാധനം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഏറ്റവും രീതിയിൽ എവിടെ കിട്ടുമെന്ന് ചിന്തിച്ച് അത്തരം ഷോപ്പുകളിൽ വിസിറ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക എന്ന് പറയും. ചില ഷോപ്പുകൾ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, ഇവിടെ ഒന്ന് കയറണ്ട, നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പ്രോസ്പെരിറ്റിയുടെ ഒരു ലാക്ക് ഓഫ് റിസൾട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ മനസ്സിലേക്ക് എനിക്കിതൊന്നും വാങ്ങാൻ കഴിയില്ല, എന്നെ കൊണ്ട് ഇത്രയൊന്നും സാധ്യമല്ല എന്ന ഒരു ചിന്തയിലേക്ക് നാം പോകുന്നു എന്നാണ് പറയുന്നത്. ഇത് ചില സമയത്ത് ഈ ലോട്ടറിയുടെ കാര്യം പോലും പ്രോസ്പെരിറ്റിയിൽ പറയുന്നുണ്ട്. ലോട്ടറി എടുത്ത് ഞാൻ ജീവിച്ച് ഞാൻ വലിയ ആളാവും, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പൈസ ലോട്ടറിയിൽ കിട്ടണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ചില പ്രോസ്പെരിറ്റി കോൺഷ്യസിലേക്ക് പറയുന്നത് ലോട്ടറി ഒരിക്കലും എടുക്കരുത് എന്ന് പോലും പറയുന്നുണ്ട്. കാരണം നമ്മുടെ മനസ്സിൽ അത്തരം ഒരു ചിന്താഗതി അറിയാതെ ഉടലെടുക്കുന്നു എന്നാണ് പറയുന്നത്. നാം നേടിയെടുക്കുന്ന മൂല്യം ഏത് വസ്തുവാണെങ്കിലും നമ്മുടെ ഏറ്റവും ഉയർന്ന പ്രോസ്പെരിറ്റിയിൽ നിന്നേക്ക് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ മാർക്കറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്ന ഒരു കാര്യമാണ് ഡിസ്കൗണ്ട് സെയിൽ. അതായത് നിങ്ങൾക്ക് ഇതിലൂടെ മാത്രമേ ആവശ്യമുള്ള വസ്തു തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ അത്തരം ഒരു പ്രോസ്പെരിറ്റിയെ നമ്മളിൽ ഉള്ളൂ എന്നൊരു തരത്തിലുള്ള ചിന്താഗതി വളർത്തിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. പകരം എനിക്ക് വേണ്ട വസ്തുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, അത് ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കുന്നത് എവിടെയാണോ അവിടെ അവിടെ വിസിറ്റ് ചെയ്ത് ഞാൻ ഇത് വാങ്ങിക്കാൻ തരത്തിൽ വളർന്നു കഴിയും, എനിക്ക് അതിലേക്ക് എത്താൻ സാധിക്കും എന്ന ചിന്തയിലൂടെ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. അതായത് ഒരു പക്ഷെ താജ് ഹോട്ടലിൽ എനിക്ക് കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഉടനെ ചിന്തിക്കുന്നത് എന്റെ പേഴ്സിൽ ഇത്ര പൈസയില്ല, പക്ഷെ എനിക്ക് ഇവിടെ ഒന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ പ്രോസ്പെരിറ്റി ഉയർന്നു വരുന്നത്. എനിക്ക് ഇത് വാങ്ങണം, എനിക്ക് ഇത്ര സാധിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രോസ്പെരിറ്റി
മൈൻഡിലേക്ക് ഒരു അഡ്വാൻസ് തിങ്കിങ് ഉണ്ടാകുന്നു. എങ്കിൽ ആ ഒരു അഡ്വാൻസ് തിങ്കിങ്ങിലാണ് മണി എന്ന് പറയുന്ന ആ ഒരു പ്രോസ്പെരിറ്റി നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ എന്നുകൂടി പ്രോസ്പെരിറ്റി കോൺഷ്യസ്നസ് എടുത്തു പറയും. ഈ കോൺഷ്യസ്നസ് അതായത് നമ്മുടെ ആ ബോധത്തിലേക്ക് ഉയർന്ന രീതിയിലുള്ള ചിന്താഗതി കൊണ്ടുവരും. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു കോഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ, ആ പോസ്റ്ററിൽ എവിടെയെങ്കിലും എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. റിഡക്ഷൻ ഉള്ള ഒരു കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ അടുത്ത ചിന്താഗതി എന്താ, ആ കോഴ്സിൽ കിട്ടുന്ന ടോപ്പിക്കിനെ കുറിച്ചല്ല, ഇവരെടുക്കുന്നത് കോഴ്സ് കുറച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ കോഴ്സിന് മൂല്യം അല്ലെങ്കിൽ അതിന് ഇത്രയുള്ള വിലയുള്ള ടോപ്പിക്ക് ഇത്ര രീതിയിൽ കുറച്ചത് കൊണ്ടാണ് ഇവർ ഈ ടോപ്പിക് കുറയ്ക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരു നല്ലൊരു കോഴ്സ് നമ്മൾ ഒന്നും നോക്കാതെ അവിടെ മൂല്യം കണക്കാക്കാതെ അതിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത്ര മാത്രമാണ്, ഈ കോഴ്സ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങൾ ലഭ്യമാകും, അതിലേക്ക് മാത്രമേ നാം ചിന്തിക്കുകയുള്ളൂ. പകരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഡിസ്കൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വസ്ത്രമാണെങ്കിലും നമ്മളൊന്ന് അലക്കിയത്തിന് കളർ പോയാൽ നമ്മൾ ഉടനെ എന്താ പറയുക, ഇത് ഡിസ്കൗണ്ടിന് കിട്ടിയാൽ അത് അത്രയ്ക്കേ വില ഉണ്ടാവുള്ളൂ എന്ന ചിന്താഗതി നമ്മളിലേക്ക് വരും. പക്ഷേ പകരം ഒരു നല്ലൊരു വസ്തുവാണ്, നമ്മൾ ഏറ്റവും നല്ല മൂല്യം കൊടുത്ത് വാങ്ങുന്ന വസ്തുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഏറ്റവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ ഭംഗിയാക്കി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തും. പ്രോസ്പെരിറ്റി കോൺഷ്യൻസിലേക്ക് പറയുന്നത് ഇത്ര മാത്രം, എന്തും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉയർന്ന രീതിയിൽ ചിന്തിക്കുക. അതെങ്ങനെ എളുപ്പത്തിൽ കിട്ടും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ആഗ്രഹിക്കുന്ന വസ്തു ഏറ്റവും മൂല്യമുള്ളതായി എനിക്ക് അതിലേക്ക് വളർച്ചയുണ്ടാകണം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ്. എനിക്കൊരു കോഴ്സിന് ചേരുമ്പോൾ അതിന്റെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ കിട്ടുമോ എന്നതിന് ചിന്തിക്കുന്നതിന് പകരം ഇതിലൂടെ കടന്നുപോയാൽ ഇത് ലഭ്യമാകുമ്പോൾ അത് എനിക്ക് ഏറ്റവും മൂല്യമുള്ളതും എനിക്ക് വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലും ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് ഒരു വയസ്സായ ഒരു സ്ത്രീ ലോട്ടറി ടിക്കറ്റുമായിട്ട് ട്രെയിനിൽ ഇത് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പലരുടെയും സംസാരം ഇങ്ങനെ, ഇവർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ട്, ഈ വയസ്സായിട്ട് ഈ ട്രെയിനിൽ ഇത് നടക്കാനൊക്കെ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. അവിടെ ചിന്തിക്കുന്നത് ഇത്ര മാത്രം, അവരെ ജഡ്ജ് ചെയ്യുക എന്നതിന് പകരം അവിടെയും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. പലപ്പോഴും പ്രോസ്പെരിറ്റിയിൽ പറയുന്ന ഒരു കാര്യം, ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ വ്യക്തിയെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? കാലുകൊണ്ട് വയ്യാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ആ വ്യക്തിക്ക് വേണ്ടി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തേക്കാം. പകരം ഇങ്ങനെയാണ് അത്ര ചിന്തിക്കുക, ആ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ഈ ടിക്കറ്റ് എടുക്കുന്നത് എന്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കുമ്പോ എന്നിലേക്കും ഒപ്പം അത് വാങ്ങുന്ന വ്യക്തിയിലേക്കും അത് ലഭ്യമാകും എന്ന് പറയുന്നു. ശരിയല്ലേ? നമ്മുടെ ഇടത്തേക്ക് നമ്മൾ ഒരു ലോട്ടറി ടിക്കറ്റ് വെക്കുന്നത്, ഒരു കാല് വയ്യാത്ത ഒരാളെ കാണും, നമ്മൾ അവർക്ക് ജീവിക്കാനല്ലേ, അവർക്ക് ജീവിക്കാനല്ലേ, ഈ പ്രോസ്പെരിറ്റി അവരിലേക്കാണ് നമ്മളിലേക്ക് കൊടുക്കുന്നത്, നമ്മളിലേക്കല്ല. അവർക്ക് വേണ്ടി ഒരു ടിക്കറ്റ് എടുത്തേക്കാം, അതായത് അവിടെ പ്രോസ്പെറസ് ആവുന്നത്, നമ്മളിലേക്ക് ലാക്ക് ഓഫ് പ്രോസ്പെരിറ്റി വന്നു ചേരുകയും ചെയ്യും. പകരം നിങ്ങൾക്ക് അങ്ങനെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രം, ഇതിലൂടെ ഞാൻ കൊടുത്തു എന്ന് ചിന്തിക്കുമ്പോൾ എന്നിലേക്ക് പ്രോസ്പെരിറ്റി വന്ന് നിറയും എന്ന് പ്രോസ്പെരിറ്റി പറയുന്നത്. അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അവിടെയാണ് നിങ്ങളെ പ്രോസ്പെരിറ്റിയിലേക്ക് ചെല്ലുന്നത്. അതായത് നമ്മുടെ ഈ ഡിസ്കൗണ്ട് സെയിൽ എന്ന ചിന്തയിലേക്ക് പോകുന്നതിന് പകരം ഡിസ്കൗണ്ട് സെയിൽ ചിന്ത ഇത്ര മാത്രമേ ഉള്ളൂ, എനിക്ക് എന്ത് കിട്ടും, പകരം എനിക്ക് ഇതിലൂടെ എന്ത് നൽകാനാവും എന്ന ചിന്തയിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. എന്തും മൂല്യത്തെ കുറിച്ച് ചിന്തിക്കാം. ഉയർന്ന രീതിയിലേക്ക് പ്രോസ്പെരിറ്റിയിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ എന്തും ഏറ്റവും ഉയർന്ന രീതിയിൽ ചിന്തിക്കുക, ഏറ്റവും ഉയർന്ന രീതിയിൽ മൂല്യമുള്ള വസ്തുവിനെ കാണുക, അത് നമുക്ക് ആവശ്യമുള്ളതാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അത്തരം ചിന്തയിലേക്ക് പോകാവൂ. അല്ലാതെ എനിക്കിത് സാധിക്കില്ല അല്ലെങ്കിൽ എനിക്കിത് മാത്രമേ സാധിക്കുള്ളൂ എന്ന ചിന്തയിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കണം എന്ന് പ്രോസ്പെരിറ്റി കോൺഷ്യൻസിലേക്ക് പറയുന്നു. ഒരു പക്ഷെ പലപ്പോഴും നിങ്ങൾ ആലോചിച്ച്, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 2 രൂപയോ ഒരു 5 രൂപയോ നമുക്ക് ടിക്കറ്റ് ബാക്കി തരാനുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തുന്ന വരെ ചിന്തിക്കുന്നത് എന്താണ്, എനിക്കൊരു 10 രൂപ കണ്ടക്ടർ തരാനുണ്ട്. ഈ പോകുന്ന സമയത്ത് നമ്മൾ പലതും അടുത്തിരിക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് സംസാരിക്കാം, നല്ല നിമിഷങ്ങൾ ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. അവിടെ എത്തുന്നവരെ കണ്ടക്ടർ തരാനുള്ള 100 രൂപയെ കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇനി കണ്ടക്ടർ അവിടെ ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ടർ വരുമ്പോൾ ചോദിക്കും, എനിക്കൊരു 100 രൂപ തരാം. അപ്പൊ കണ്ടക്ടർ ഒരു ചില്ലറ ഇല്ലാഞ്ഞിട്ടാണ്, തരാം. അവിടെ എത്തുന്നവരെ ഈ 100 രൂപ, കാരണം ഈ 100 രൂപ നഷ്ടപ്പെട്ടാൽ പോയി, എല്ലാം പോയി.
പകരം നിങ്ങൾക്ക്, അതായത് എനിക്ക് തന്നില്ലല്ലോ എന്ന ചിന്തയാണ് അത്ര നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പകരം പ്രോസ്പെരിറ്റിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ 100 രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അലാറം സെറ്റ് ചെയ്യാം എന്ന് പറയുന്നു. അലാറം സെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇത്ര സമയത്തോടെ, അപ്പൊ എന്നിലേക്ക് വരേണ്ട പ്രോസ്പെരിറ്റി ആണത്. ആ 100 രൂപ എന്നിലേക്ക് വരേണ്ടതാണ് എന്ന ചിന്തയിലേക്ക് പോകണം. എന്നിട്ട് അതിനൊരു സമയം കണക്കാക്കി ഒരു അലാറം സെറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചിന്തയെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറയുന്നു. അപ്പൊ ഒരു അലാറം അടിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഉപബോധം മനസ്സിൽ ഒരു മെസ്സേജ് ആണ്: എന്നിലേക്ക് വന്നു ചേരേണ്ട പ്രോസ്പെരിറ്റി എന്നിലേക്ക് വന്നു ചേരാനുള്ള സമയമായി, ഇപ്പോ എനിക്ക് ചോദിച്ചു വാങ്ങാം. പകരം ഇദ്ദേഹം തന്നില്ലല്ലോ എന്ന ചിന്തയാണ് നമ്മളിലേക്ക് വരുന്നത്. അതായത് എന്നിൽ ഞാൻ കൊടുത്തു എന്നതിന് പകരം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന ചിന്തയിലേക്ക് പോകും. ഈ കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചാൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയായിരിക്കും: എനിക്ക് കിട്ടിയില്ല. എപ്പോഴും ഒരു ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ്സിൽ നമ്മൾ പായസം വെച്ച് കഴിഞ്ഞ് നമുക്കത് കിട്ടും. നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ 2 ഗ്ലാസ് ഒന്ന് നോക്കും, ഇതിലേതാ കൂടുതലുള്ളത്, എനിക്ക് കുറഞ്ഞു പോയി, അയാൾക്ക് കൂടുതൽ കൊടുത്തു എന്നുള്ള ചിന്ത. ഇവിടെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പ്രോസ്പെരിറ്റിയെ കുറിച്ച് ചിന്തിക്കുക. എന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിലേക്ക് വന്നു ചേരേണ്ടതാണ് എന്നിലേക്ക് വന്നു ചേരുന്നത് പോലും. അവിടെ എനിക്കെന്ത് കിട്ടി എന്നതിന് പകരം എനിക്കെന്ത് കൊടുക്കാൻ കഴിഞ്ഞു, എന്റെ മനസ്സിൽ ഇത്തരം ഒരു ചിന്ത വളർത്തിയെടുക്കുമ്പോൾ എന്നിലേക്ക് പ്രോസ്പെരിറ്റി കൂടുതൽ വന്നു ചേരും എന്ന് പറയും. പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യം എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്: കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ നമുക്ക് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും മൂല്യമുള്ള വസ്തു ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ എവിടെ ലഭ്യമാകും എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ആവശ്യമുള്ള വസ്തു ഏറ്റവും നല്ല വാല്യൂ ഉള്ള, അല്ലെങ്കിൽ അത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു വസ്തു എവിടെ കിട്ടും എന്ന് ചിന്തിക്കുക എന്നാണ് പ്രോസ്പെരിറ്റി പറയുന്നത്. നമ്മളോട് ആരെങ്കിലും കൈനീട്ടുന്നുണ്ടെങ്കിൽ ആ കൈനീട്ടുന്ന വ്യക്തിക്ക് കൊടുക്കാൻ ഞാൻ അർഹനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സമയത്ത് നമുക്ക് എന്ത് സാധിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം ആ വ്യക്തിക്ക് കൊടുക്കുക. അത് എന്ത് തന്നെയാണെങ്കിലും. നമ്മുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരാളും ഒരു പക്ഷെ കൈനീട്ടുന്ന അവസ്ഥ നമ്മൾ ആരെങ്കിലും ഇത്രയും ചിന്തിച്ചാൽ മതി. ആരുടെയെങ്കിലും മുന്നിൽ പോയി കൈനീട്ടുന്നുണ്ടോ? ഒരിക്കലില്ല. കാരണം എന്താണ്? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് പോലുമില്ല, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നമ്മൾ അതിന്റെ രീതിയിൽ വളർന്നു കഴിഞ്ഞു. പക്ഷെ അത്തരത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് എന്നെ കൊണ്ട് ഈ ഭിക്ഷ യാചിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ എന്ന ചിന്താഗതിയുള്ള വ്യക്തി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അത് അവരുടെ ചിന്തയാണ് അവരെ കൊണ്ടെത്തിച്ചത്. പക്ഷെ അവിടെ എനിക്ക് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയുകയും ചെയ്യും, അത് സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും. എപ്പോഴും പ്രോസ്പെരിറ്റി കോൺഷ്യസ്നെസ് പറയുന്ന കാര്യമുണ്ട്: നമുക്ക് ആവശ്യമുള്ള സാധനം ഏറ്റവും മൂല്യമുള്ള രീതിയിൽ എനിക്ക് ലഭ്യമാകുന്ന രീതിയിൽ എന്നിലേക്ക് വന്നു ചേരും. അത് കൃത്യസമയത്ത് എന്നിലേക്ക് വന്നു ചേരും എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനത്തെ കുറിച്ച് അടുത്ത പ്രസന്റ് എനിക്കിത് ലഭിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ എഴുതണം എന്ന് കൂടി പ്രോസ്പെരിറ്റി പറയും. അതായത് എനിക്കിപ്പോ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഗോൾഡ് ലോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു 22,000 രൂപ എനിക്കത് അടയ്ക്കണം. പക്ഷെ എന്നെ കൊണ്ട് ഇപ്പൊ 22,000 രൂപ മാസം അടച്ച് പോകുന്നില്ല. അപ്പോഴും നമ്മൾ ഇത് എങ്ങനെ അടയ്ക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം നാം എഴുതേണ്ടത് ഇങ്ങനെയാണെന്ന് കൂടി പ്രോസ്പെരിറ്റി പറയുന്നു: ഐ ആം ക്ലോസിംഗ്, അല്ലെങ്കിൽ ഐ ആം ട്രാൻസ്ഫറിങ് ദിസ് മച്ച് എമൗണ്ട് 2,000 rupees ദിസ് മന്ത് ഫോർ ദിസ് ഗോൾഡ് ലോൺ എന്ന് പറയുമ്പോൾ ഈ മാസം 2,000 രൂപ എനിക്ക് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത മാസം 2,000 രൂപയിലേക്ക് ഞാൻ മാറുന്ന രീതിയിൽ മാനസിക അവസ്ഥയിലേക്ക് ഞാൻ എത്തും. കാരണം ഇത് സ്ഥിരമായി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു പോയിന്റ് വന്നു ചേരുകയാണ്: ഈ 2,000 രൂപ അടുത്ത മാസം ഞാൻ ഉണ്ടാക്കണം. ആ രീതിയിലേക്ക് ഞാൻ ഏതൊക്കെ രീതിയിൽ എന്നെ കൃത്യമായ ഒരു ഫിനാൻഷ്യൽ വഴിയിലേക്ക് കൊണ്ടുപോകണം എന്ന ചിന്ത ഒരു പക്ഷെ 2-3 മാസത്തിനുള്ളിൽ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എനിക്കില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ഇത് സാധിക്കും, അല്ലെങ്കിൽ ഇന്ന മാസം അല്ലെങ്കിൽ ഇത്ര രീതിയിൽ എനിക്ക് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എഴുതി പ്രോസ്പെരിറ്റിയിലേക്ക്
അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയിലേക്ക് നമ്മെ കൊണ്ടുവരാൻ നാം ശ്രമിക്കുമ്പോൾ നമ്മളിലേക്ക് ആവശ്യമുള്ള വസ്തു മൂല്യമുള്ള വസ്തുവായിട്ട് നമ്മളിലേക്ക് വന്നു ചേരും എന്ന് പ്രോസ്പെരിറ്റി പറയുന്നുണ്ട്. ഒരിക്കലും എവിടെ കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ എവിടെയാണ് ഡിസ്കൗണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ആവശ്യമുള്ള വസ്തു അത് ഏറ്റവും നല്ല രീതിയിൽ ലഭ്യമാകുന്ന സ്ഥലം എവിടെയെന്ന് കണ്ടെത്തിയതിനു ശേഷം മനസ്സിൽ അത് വാങ്ങുന്നതായി വിഷ്വലൈസ് ചെയ്താൽ മാത്രം പോരാ, അത് എഴുതി വെക്കണം. എനിക്ക് ഇത് ലഭ്യമായി കഴിഞ്ഞു. ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ പൈസ കൊടുത്ത് വാങ്ങാതെ നമ്മളിലേക്ക് അതൊരു പ്രോസ്പെരിറ്റി ആയിട്ട് വന്നു ചേരും. അത് തീർച്ചയാണ്. കാരണം നാം ആഗ്രഹിക്കുന്നത് അവിടെ കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല മൂല്യമുള്ള ഒരു വസ്തുവിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇനി ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ മാധ്യമങ്ങളിലും ഒക്കെ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ പരസ്യങ്ങൾ വരുമ്പോൾ ആ ദിവസങ്ങളിൽ മൂല്യമുള്ള വസ്തു, മൂല്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കുള്ള ഏറ്റവും എന്താണ് മൂല്യമുള്ള ഒരു വസ്തു മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നുള്ളതാണ്. എവിടെയും ഏത് മതഗ്രന്ഥങ്ങളും പറയുന്നത് ഇതാണ്. നമ്മൾ ഏത് മതഗ്രന്ഥങ്ങളും പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നിടത്ത് പ്രോസ്പെരിറ്റി ഏറ്റവും ഉയർന്ന രീതിയിൽ നമ്മളിലേക്ക് വന്നു ചേരും എന്നുകൂടി പറയുന്നു. എല്ലാവർക്കും പ്രോസ്പെരിറ്റിയിൽ ഉയരാൻ നമ്മളുടെ ചിന്തയിൽ മാറ്റം വരുത്തുക. എവിടെ എനിക്ക് കുറഞ്ഞു കിട്ടും എന്ന് ചിന്തിക്കുന്നതിന് പകരം എവിടെ എനിക്ക് നൽകാൻ കഴിയും എന്ന് ചിന്തിക്കുക. ഏറ്റവും ഉയർന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മൾ പ്രോസ്പെരിറ്റി കോൺഷ്യസ്നെസ്സിൽ എന്ന അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കൂ എന്നുകൂടി ഓർക്കുക. എല്ലാവർക്കും എല്ലാ പ്രോസ്പെരിറ്റിയും ഉണ്ടാകട്ടെ, അത്തരത്തിൽ ചിന്തിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് I bless you all, I thank you all, and I love you all. Good day. താങ്ക് യു പ്രവീണ മാം. അപ്പോൾ നല്ലൊരു സെക്ഷനാണ് മാം ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. സെക്ഷനെ കുറിച്ച് ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഡൗട്ട്സോ ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. Yes, ma'am. Good morning. Magic morning. Magic morning to all. Especially Premila ma'am. Thank you, Premila ma'am. വളരെ നല്ല ഒരു നമ്മൾ സെൽഫ് വാല്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ മാഡത്തിന്റെ ക്ലാസ്സിലൂടെ വരുന്നത്. കാരണം നമ്മളെല്ലാം വാല്യൂ കുറച്ച്, അതായത് എവിടെ കുറച്ച് കിട്ടുന്നു അതിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുന്നു. അത് നമ്മളെ അട്രാക്റ്റീവ് ആകുന്നു. ബിസിനസിന്റെ വേറൊരു തന്ത്രമാണ് കുറച്ച് കൊടുക്കുക എന്നുള്ളത്. അതിൽ പല ട്രാപ്പുകളും ഒരു പക്ഷേ അടങ്ങിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വാല്യൂ ഉണ്ടാകും. വിഷ്വലൈസേഷൻ അല്ലെ, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡില് നമ്മൾ കൊടുക്കുക, ഫീഡിങ് കൊടുക്കുക, റെക്കോർഡ് കൊടുക്കുക, അത് ആക്കി തീർക്കുക. കാരണം എനിക്കത് കഴിയും, ഐ ക്യാൻ അച്ചീവ് ഇറ്റ്, അതല്ലേ നമ്മൾക്ക് നേടാൻ കഴിയും എന്നുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതായി തീരാൻ സാധിക്കും. അതോടൊപ്പം യൂണിവേഴ്സ് നമുക്ക് അതിന് വേണ്ട സാഹചര്യങ്ങൾ, പണം, ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കിട്ടേണ്ടത് കിട്ടും. പക്ഷെ കിട്ടാത്തത് ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരും. അതിൽ നമ്മൾ പരിതപിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ അങ്ങനെ ഒരു എന്താ പറയണ ഒരു തോട്ട്, ഒരു വിഷ്വലൈസേഷൻ കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് സാഹചര്യങ്ങൾ, സൗകര്യം ഒക്കെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതും ഇത് മാഡത്തിന്റെ ആ ക്ലാസ്സിലൂടെ നമുക്ക് മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കാത്തതാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ആ ഡിസ്കൗണ്ട് സെയിലിലേക്കാണ്. എവിടെ കുറച്ച് കിട്ടും, എവിടെ നമുക്ക് ലാഭം കിട്ടും, ആ ലാഭത്തിന് പുറമെ ചിലപ്പോൾ ഒരു ട്രാപ്പുകളും ഈ പറഞ്ഞ ഗ്യാരണ്ടിയെ കുറിച്ച് മാഡം സൂചിപ്പിക്കേണ്ടായി. ചിലപ്പോൾ അതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ ഡാമേജ് ആകാം, ചിലപ്പോൾ സ്റ്റോക്ക് ക്ലിയറിങ്ങിന്റെ ഭാഗമായിട്ട്. കാരണം കച്ചവടം നടക്കണം, സാധനങ്ങൾ വിറ്റ് തീരണം, ഷോപ്പ് ഒഴിയണം എന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റിന്റെ വാല്യൂ അവിടെ കുറയുന്നു, നമ്മളുടെ വാല്യൂ കുറയുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഗോപിക മാം, ആൻഡ് താങ്ക്സ് ടു ഓൾ. താങ്ക് യു. താങ്ക് യു ബാബു. ഓക്കെ, ബിൻസി മാം. ഹലോ, ഗുഡ് മോർണിംഗ് മാം. Good morning. എന്തേലും നല്ലൊരു സെക്ഷൻ. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഉണ്ടാവും. ഇന്നലെ ഞാനൊരു പ്രൊസസ്സർ, കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു പ്രൊസസ്സർ എടുക്കണം എന്ന്, വയലിന്റെ. അങ്ങനെ ഇന്നലെ കടയിൽ പോയി നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു, പക്ഷെ അതിന്റെ സംഭവം ഫങ്ഷൻസ് കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക്. അപ്പൊ ഞാനോട് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ എനിക്ക് ഒന്ന് സെറ്റാക്കി തരും. അപ്പൊ കുറെ നേരം വാല്യം വായിച്ചു, അവരെ ഏകദേശം ഒക്കെ സെറ്റാക്കി. അപ്പോഴും ഞാൻ ശരിക്കും അത് ചെന്ന് ചോദിക്കുമ്പം എത്ര വിലയാവുമെന്ന് നോക്കുന്നില്ല. സാധനം കണ്ടീഷനാണോ,
എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. പക്ഷെ പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതെനിക്ക് എത്ര രൂപയ്ക്ക് കിട്ടും മാം ഇത് പറയുമ്പോ എനിക്ക് ചിരി വരുന്നത് അതാ. ഇന്നലെ ഞാൻ കടയിലിരുന്ന് ആലോചിക്കുന്നത് ഇതാ, എനിക്ക് എത്രയിന് കിട്ടും, എനിക്ക് എത്രയിന് കിട്ടും. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ ക്ലാസ് വെച്ചിട്ട് ഞാൻ ആലോചിക്കുക അതെനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കിട്ടട്ടെ എന്നുള്ള ഒരു ഇത് ഞാൻ എനിക്ക് തന്നെ ബ്ലസ് ചെയ്യാണ്. എന്തായാലും നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ലൈഫിൽ ഒരുപാട് അനുഭവം മനസ്സിൽ കൂടെ പോയി മാമിന്റെ ക്ലാസ് കേട്ടപ്പോ. എന്തായാലും നല്ല സന്തോഷം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അനുഭവങ്ങൾ ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അപ്പൊ അവിടെ പ്രിൻസിപ്പൽ പറഞ്ഞ പ്രോസസ്സർ എനിക്ക് വേണം, അതിന് പൈസ അവിടെ നിൽക്കട്ടെ, അത് ഏറ്റവും എനിക്ക് ആവശ്യമുള്ള കാര്യത്തിന് അത് എനിക്ക് ലഭ്യമാകണം എന്ന് ചിന്തിക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് എന്താണ് സാധിക്കുന്നത് യൂണിവേഴ്സിന് നന്നായിട്ട് അറിയാം. അത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിൻസി മാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നത്? പ്രവീണ മാം, ഞാൻ ഇന്നലെ പോസ്റ്റർ കണ്ടപ്പോ ഒരു ബ്രെയിന്റെ ചിത്രമുണ്ട്, ഡിസ്കൗണ്ട് സെയിൽ എന്ന് കാണുന്നുണ്ട്, 1440 എന്നും കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ബ്രെയിന് 1440 റുപ്യക്ക് ഡിസ്കൗണ്ട് ആയിട്ട് വിൽക്കുകയാണ്. അപ്പൊ 1440 ദിവസമാണ് ബിമാജിക്കിന്റെ, അതാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ക്ലാസ് എടുത്തപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് ഡിസ്കൗണ്ട് സെയിൽ. ഞാൻ ഇപ്പൊ ബ്രെയിനൊക്കെ കിട്ടുന്നുള്ളതൊക്കെ രാവിലെ തന്നെ വന്നേനും. എന്തായാലും നമുക്ക് കുറവുള്ള സാധനം നമ്മള് ഡിസ്കൗണ്ടിൽ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മള് അടുത്ത 2 ദിവസം, അതായത് ഇന്ന് ബുധനാഴ്ചയാണ്, വ്യാഴം വെള്ളിയും കഴിഞ്ഞ് ശനിയാഴ്ച ഒരുമിച്ച് കൂടുകയാണ്. വളരെ ചുരുങ്ങിയ ആളുകൾ ഒത്തൊരുമിച്ച് കൂടുന്നു. നമ്മളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ ജോലിയിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ബിസിയാണ്. 100 കൂട്ടം ടെൻഷനുകളും 100 കൂട്ടം പ്രശ്നങ്ങളും 100 കൂട്ടം കാര്യങ്ങളാണ് നമ്മളെ ബ്രെയിനിലൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ കാര്യം ഉണ്ടാവും, നാട്ടിലെ കാര്യങ്ങളുണ്ടാവും, വീട്ടിൽ കുറച്ച് രാഷ്ട്രീയം ഉണ്ടാവും, കുറച്ച് മതം ഉണ്ടാവും, കുറച്ച് സംഘടന ഉണ്ടാവും, കുറച്ച് പിന്നെ വേറെ എന്തൊക്കെ നമ്മൾ ഈ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ആ ഗ്രൂപ്പുകളുടെ ചർച്ച ഉണ്ടാവും. അങ്ങനെ പലതൂടി ഉള്ള ഈ സമയത്ത് ഒരു ദിവസം നമുക്ക് വേണ്ടി ആടാനും പാടാനും രസിക്കാനും ഉള്ള ഒരു ദിവസമായി ബിമാജിക് ശനിയാഴ്ച ഒന്ന് ഒത്തുകൂടുകയാണ്. പ്രവീണ മാമിന് കഴിയുകയാണെങ്കിൽ ഒന്ന് വന്നോളി. ഓക്കെ, താങ്ക് യു. താങ്ക് യു റസാഖ് സർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കാൻ വരുന്നേ? ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ, ഓക്കെ, പറഞ്ഞോളൂ സർ. എനിക്കിത് കേട്ടിട്ട് പണ്ട് പി വിജയൻ സാറിന്റെ ഒരു അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹോട്ടലിൽ താമസിക്കുകയും മറ്റൊരു ഹോട്ടലിലാണ് അദ്ദേഹത്തിന് ക്ലാസ് എടുക്കേണ്ടത്. അപ്പൊ ആ ഒരു ഹോട്ടലിൽ നിന്ന് മറ്റൊരു ഹോട്ടലിൽ പോകുന്നതിന് അദ്ദേഹം സാധാരണ ടാക്സിയിലാണ് പോകുന്നത്. അന്ന് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം ഒരു ഓട്ടോ വിളിച്ചു പോകാം, ഓട്ടോക്കാരൻ എന്തെങ്കിലും ചില്ലറ കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അദ്ദേഹം ഓട്ടോ വിളിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഓട്ടോയിൽ കയറി ഈ ഹോട്ടൽ മീറ്റിംഗ് നടക്കുന്ന ഹോട്ടലിലെത്തി. അപ്പോൾ ഓട്ടോക്കാരനോട് ചോദിച്ചു എത്രയാണ് ഓട്ടോ ചാർജ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അത് സാധാരണ നിലയിൽ 100 രൂപയ്ക്കകത്ത് മാക്സിമം പോകുന്ന ഒരു ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർജാണ്. ഈ ഓട്ടോക്കാർ ആ ദിവസം പറഞ്ഞത് 500 രൂപയാണ്. അപ്പൊ ഈ 500 രൂപയാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യം നമ്മുടെ മനസ്സിൽ പറയും ലഡു പൊട്ടിന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് ഒരു അത്ഭുതം തോന്നിയെങ്കിലും പ്രത്യേകം ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മനോനിയന്ത്രണം ഏറ്റെടുത്തിട്ട് അദ്ദേഹം പൈസ പേഴ്സെടുത്ത് ആദ്യം 100 രൂപ ഈ ഓട്ടോക്കൂലി എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് 100 രൂപ കൊടുക്കുകയും പിന്നെ 400 രൂപ എടുത്ത് അവരുടെ ഈ ഓട്ടോക്കാരന്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഉപകരിച്ചോട്ടെ എന്ന് പറഞ്ഞ് 400 രൂപ കൊടുത്ത് ആ ഓട്ടോക്കാരൻ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പൊ നേരെ മറിച്ച് നമ്മളേതെങ്കിലും ഇത്തരം മനോനിയന്ത്രണം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പല എന്താ പറയുന്നത് മാനസികമായിട്ടുള്ള വിഭ്രാന്തികൾ അവിടെ ഉണ്ടാകും. അപ്പൊ അദ്ദേഹം അവിടെ അങ്ങനെ ഒന്നും ചെയ്യാതെ അതൊരു മനോനിയന്ത്രണം പോലെ അത് കാര്യങ്ങൾ ചെയ്തു, അത് നിയന്ത്രിച്ചു പോയി എന്നുള്ളൊരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ടായി. അപ്പൊ ഈ ക്ലാസ്സിലെ ഈ മാഡത്തിന്റെ കേട്ടപ്പോഴാണ് എനിക്ക് ആ ഓർമ്മ വന്നത്. ഓക്കെ, താങ്ക് യു. ഗ്രേറ്റ്, താങ്ക് യു ഫോർ ഷെയറിങ്. നല്ലൊരു കഥയായിരുന്നു, നല്ലൊരു
ടോപ്പിക് തന്നെയാണ്, നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. താങ്ക് യു. താങ്ക് യു ഫിജികുമാർ സർ. നെക്സ്റ്റ് ആരാ വരണേ? അപ്പൊ നിങ്ങൾക്ക് ഇനി ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അതേപോലെ ഇതുപോലെ എക്സ്പീരിയൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഷൈമിന മാം, ഷാജി സർ, അതിലൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ കേട്ടോ. ഹലോ, കേൾക്കാം? കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു ടോപ്പിക്കാണ്. നമ്മളെപ്പോഴും വില കുറച്ചതിലേക്ക് ശ്രദ്ധിക്കുകയാണ് ആളുകൾ എല്ലാവരും. വില കുറച്ച് കിട്ടുമോ എന്ന സംഭവമാണ്. അപ്പൊ നമ്മുടെ വില കുറയുക എന്നുള്ളതാണ് നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ടത്. നമ്മള് വില ഇല്ലാത്ത ഒരാളാണ്. നമുക്ക് നല്ലത് ആവശ്യമില്ല, നമുക്ക് കൂടുതൽ എണ്ണമാണ് ആവശ്യമുള്ളത്. നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതിയാണ് നമുക്ക് വരുന്നത്. അപ്പൊ നല്ലൊരു ടോപ്പിക്കാണ്. നമ്മള് എന്തിനും ആ മൂല്യം കൽപ്പിക്കണം. ഏത് ഒരാൾക്ക് കൊടുക്കുമ്പോഴായാലും അത് നല്ല രീതിയിലേക്ക് അവർക്ക് കിട്ടണം. നമ്മളൊരു ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ എനിക്ക് പോയിന്റ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കടം കൊടുക്കുകയാണെങ്കിൽ പോലും, അതല്ലെങ്കിൽ കടം നമ്മൾ വീട്ടുകയാണെങ്കിൽ പോലും അത് ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു നഷ്ടമായിട്ട് തോന്നില്ല, നമുക്കതൊരു വാല്യുബിൾ ആയിട്ട് തോന്നുന്നതാണ് എനിക്ക് ക്ലിയർ ആകാൻ പറ്റും. കുറെ പോയിന്റുകൾ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഓരോ വാക്കുകൾ പറയുമ്പോഴും ഓരോ പോയിന്റ് പറയുമ്പോഴും നമുക്ക് വേണ്ടപ്പെട്ട കുറെ വാക്കുകൾ കൊണ്ടുവരുന്നുണ്ട്. ഞാന് കുറച്ച് ഒരു ചെറിയൊരു എന്താ പറയാ ചാരിറ്റി എന്നുള്ള നിലയ്ക്ക് ഞാന് കുറെ അധികം വിഷയങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു സംഭവം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അമ്മമാർക്ക് എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെറിയൊരു സംഭവം തുടങ്ങി വെച്ചിരുന്നു. അതൊരു 100 പേർക്ക് എന്നുള്ള നിലയ്ക്ക് തുടങ്ങി വെച്ചാണ്. അത് ഒരാളിൽ തുടങ്ങി 10 പേര് വരെ എത്തിയത്. പക്ഷെ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എനിക്കത് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് എനിക്കിപ്പോഴും ക്ലിയർ ആയിട്ടില്ല. കാരണം ഞാനത് അത്രയും അവർക്ക് കിട്ടണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് ഇപ്പോഴും എനിക്കത് എത്താൻ പറ്റിയിട്ടില്ല. അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിന്റെ ഒരു എനിക്കൊരു ആൻസർ, നല്ലൊരു ആൻസർ കിട്ടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ മാർക്കറ്റ് ചെന്നപ്പം അവിടെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു പഴം ഇരിക്കുന്നുണ്ട്. പഴം എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ഫ്രൂട്ട് അല്ല, പേര് ഞാൻ വിട്ടുപോയി. അത് കണ്ടാൽ തക്കാളി പോലെ, ഒരു മത്തങ്ങ പോലെയുടെ വലുതാണ്. അപ്പൊ അതിന്റെ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ട് കിലോന് 300-500 രൂപ എങ്ങാണ്ടാണ്. അപ്പൊ കിലോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2-3 കാണുള്ളൂ. ഇത്രയും വലിപ്പമുണ്ട്. അപ്പൊ എനിക്കത് എന്തായാലും ടേസ്റ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ. ഞാൻ ഒറ്റ ഒന്ന് മാത്രം എനിക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പൊ അത് ഒന്നാണ്. അപ്പൊ അവിടെ ഉള്ള സൂപ്പർ മാർക്കറ്റിലെ ആളുകൾ ഇത് ഒന്ന് മതിയോ? അപ്പൊ നമ്മുടെ ഉള്ളിലെടുത്ത് തോന്നി ഇത് ഒന്ന് വാങ്ങുന്ന മോശമല്ലേ? മോശമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ പേഴ്സിലുള്ള പൈസ ഉള്ളതൊന്നും നോക്കില്ല. നമ്മളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് മതി, എനിക്കിപ്പോ ഒന്ന് മതി, ഇനി വേണമെങ്കിൽ പിന്നെ വാങ്ങാലോ. ശരി. അപ്പൊ അവർ ആ 1 മുതൽ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ എപ്പോഴും മറ്റുള്ളവർ ഞാൻ ഇപ്പൊ 2 വാങ്ങിയാൽ എന്ത് വിചാരിക്കും, ഇത്ര കുറച്ച് വാങ്ങിയാൽ എന്ത് വിചാരിക്കും എന്നുള്ളത് ചിന്തയാണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ക്വാളിറ്റി ആയിട്ട് കിട്ടും. അത് ഇത്ര എണ്ണം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല എന്ന് പറഞ്ഞതുപോലെ അവിടെയൊന്നും നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ചെയ്യാതിരിക്കാം. ഇത് ഇപ്പൊ ഷാജി പറഞ്ഞതുപോലെ ചിലപ്പം അത് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചത് നമ്മുടെ ഉള്ളിൽ അത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചിന്ത പോയിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ പോയാൽ നടക്കുമോ, ഇതെങ്ങനെ ഞാൻ അവിടെ കൊണ്ടെത്തിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്ന് ഞാൻ 10 ആളെ സാധിക്കും, ഇന്ന് നടന്നു, നാളെ ചിലപ്പോ 5 ആളെ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അത്തരത്തിലൊരു ചിന്തയായിരിക്കാം നമുക്ക് അത്തരത്തിലൊരു ബ്ലോക്കിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇന്ന് ഞാൻ എനിക്കൊരു 10 ആളെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ചിലപ്പോൾ 5 ആളെ സാധിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ 5 പേർക്ക് ചെയ്യാൻ സാധിക്കും. അത് ഇത്ര ലോങ് ടൈം ചിന്തിക്കണം എന്ന് ചിന്തിക്കുന്നത് പകരം ഇന്ന് ഇത്ര പറ്റി, നാളെ ചെയ്യണം എന്ന് എഴുതി വെക്കുക. നാളെ എന്താണോ നമുക്ക് പറഞ്ഞിരിക്കുന്നത് അതേ നടക്കുകയുള്ളൂ എന്ന് കൂട്ടി ഓർക്കുക. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അത് സെറ്റ് ചെയ്യാം. പക്ഷെ നടന്നില്ലല്ലോ. ഇപ്പൊ ഷാജി പറഞ്ഞതുപോലെ, അല്ല ഷാജി അല്ലല്ലേ ഷാജൻ പറഞ്ഞതുപോലെ എനിക്കത് സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത്രയും ഞാൻ അന്ന് ചെയ്തു, ഇനി നോക്കാം വരട്ടെ, എനിക്ക് അതിന് സാധിക്കും, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇന്ന രീതിയിൽ സാധിക്കാം. അന്ന് നിന്നുപോയി എന്നൊന്നും ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. അന്ന് ഇത്രയൊക്കെ സാധിച്ചു,
ഗ്രേറ്റ്. ഇനിയും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത സമയമാകുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്കത് നടത്തും എന്ന് തന്നെ ആലോചിക്കുക. അതിന് നമ്മൾ ചെയ്തതിനെ കുറിച്ച് പ്രൗഡ് ആവുക. എനിക്കത് സാധിച്ചില്ലല്ലോ, പറ്റിപ്പോയില്ലല്ലോ, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ലതിനെ കുറിച്ചൊന്നും നമ്മൾ ആവലാതിപ്പെടേണ്ടതില്ല. ചെയ്തതിനെ കുറിച്ച് മാത്രം പ്രൗഡ് ആവുക. ഇനി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഗോള് സെറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള മെന്റലിലേക്ക്, നമ്മളെ മെന്റൽ തിങ്കിങ്ങിലേക്ക് മുന്നോട്ട് പോവുക. ചിലപ്പോൾ യൂണിവേഴ്സ് അതിനുള്ള ഒരാളെയോ സാഹചര്യങ്ങളോ നമുക്ക് ഒരുക്കി തരും. അതിലേക്കായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഷാജൻ ഉദ്ദേശിച്ച ഒരു മറുപടിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഷെയർ ചെയ്യാം. അതായത് ഇപ്പൊ എനിക്കത് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത്രയും വലിയൊരു ടാസ്ക് അല്ലേ നമ്മൾ വെച്ചിട്ടുള്ളത്. അതും നമുക്കിപ്പോ കയ്യിലിരിക്കണതല്ല, നമുക്ക് ഉണ്ടാക്കിയിട്ട് വേണം അത് കൊടുക്കാനായിട്ട്. അപ്പൊ അത് എത്തുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതായിരിക്കാം ചിലപ്പോ നമുക്ക് അവിടെ സ്റ്റോപ്പ് വന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അത് ചെയ്തിരുന്നത്. ഓരോ ദിവസവും ഓരോ മാസങ്ങളിലും ഓരോ പുതിയ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് അത്രയും ഫീൽ കിട്ടിയിരുന്നു. പക്ഷെ ആ സ്റ്റോപ്പ് ആയപ്പോ നമുക്കുള്ളൊരു വേദന കിടക്കുന്നുണ്ട്. അപ്പൊ അതിപ്പോ പറഞ്ഞ പോലെ നമുക്ക് അത് പറ്റിയില്ലോ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് പ്രൗഡ് ആയിട്ടിരിക്കുക, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചു, ഗ്രേറ്റ് എന്ന് മാത്രം ചിന്തിക്കുക. താങ്ക് യു മാഡം. വെൽക്കം. താങ്ക് യു ഷാജൻ സർ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സാർ ഷെയർ ചെയ്തിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കാൻ വരുന്നേ? ഒരാളും കൂടെ മുന്നോട്ട് വരാം കേട്ടോ. ശ്രീകൃഷ്ണ മാം, വിൻസെന്റ്, സവിത മാം, പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. ഹായ്, മാജിക് മോർണിംഗ്. അത് മാം ഇപ്പൊ പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് അറിയോ? കാര്യം എനിക്കൊക്കെ തോന്നിയ കാര്യം, നമ്മളൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്യാഷുള്ള ആൾക്കാരൊക്കെ അവരിങ്ങനെ വന്നു നിന്നിട്ട് അതും ഇതൊക്കെ നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഒരു 1-2 സാധനം ചിലപ്പോ ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മളത് അവിടെ കയറി മേടിക്കുമ്പോ നമുക്ക് തോന്നുക, ഞാൻ ഇത്ര കുറച്ച് സാധനം മേടിക്കാനാണല്ലോ ഞാൻ ഈ ഷോപ്പിലേക്ക് കയറിയത്. അത് ഇത്ര കുറച്ച് മേടിക്കുമ്പോ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുമ്പോ അതൊരു മോശമല്ലേ? അപ്പൊ നമ്മള് വലിയ വീമ്പത്തരം കാട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പേഴ്സിൽ പൈസ ഉണ്ടോ ഇല്ല, അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികം എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ഷോപ്പിൽ കയറി നമുക്ക് ആവശ്യമില്ലാത്തത് കുറെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. പക്ഷെ സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യം എന്താണ്? സത്യമാണ്. ഞാൻ ഇപ്പൊ മേമത് പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു പോയതാ. നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നമ്മളെ വരുമാനം എത്രയാണോ അത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ. മറ്റുള്ളവർ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നല്ലൊരു പോയിന്റ് ആട്ടാ പറഞ്ഞത്. അപ്പൊ ഇനി സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചു മേടിക്കുക. ഇപ്പൊ സത്യം പറഞ്ഞാൽ മുന്നേക്കെ അങ്ങനെയായിരുന്നു. കാരണം കുറെ മുന്നേക്കെ എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. കാരണം നമുക്ക് കുറച്ച് സാമ്പത്തികം കുറവായിരുന്നു. അപ്പൊ കയറുമ്പോ ഭയങ്കര, എന്നാലും നമ്മളെ ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ഒരു സങ്കടം പോലെ തോന്നും, എനിക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റണില്ലല്ലോ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ ബിമേജിക്കൽ വന്ന് ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കണതിലൂടെ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്ന് അപ്പൊ നമ്മൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. എന്തിനാ നമ്മൾ അതും ഇതൊക്കെ വലിച്ചു വാരി വാങ്ങിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോണേ? നമുക്ക് ആവശ്യമുള്ള മാത്രം ചെയ്താൽ പോരെ, നമ്മളെ സാമ്പത്തികത്തിൽ ഒതുങ്ങി നിന്ന് ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് ആ ടെൻഷൻ ഇല്ല. നോ ടെൻഷൻ. നമുക്ക് അങ്ങനെ ഒരു ഇതില്ല നമുക്ക്. അപ്പൊ നമ്മൾ ആവശ്യമുള്ള മാത്രം ഇപ്പൊ ചെയ്യാറുള്ളൂ. അതിന് ഞാൻ ബിമേജിക്കിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയാം. കാരണം ഇപ്പൊ സങ്കടപ്പെടാ സമയമില്ല. നമുക്ക് സങ്കടപ്പെടാൻ ഇല്ല ഇപ്പൊ ഒന്നും. ഇപ്പൊ നമുക്ക് എല്ലതും ഹാപ്പിയാണ്. എല്ലതും എന്ത് ചെയ്താലും അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. ഓക്കെ, അപ്പോ നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സംസാരിക്കാൻ മീറ്റപ്പ് ആരും മറക്കണ്ട. നമുക്ക് മീറ്റപ്പാണ് 11-ാം തീയതി. എല്ലാവരും മീറ്റപ്പിൽ പങ്കെടുക്കണം. ഒരു ദിവസം മാം എപ്പോഴും പറയാന പോലെ സെൽഫ് ലവ് ഒരു ദിവസം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കുക. ഒറ്റ ദിവസം. എല്ലാവരും ഞാൻ അന്നത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു. ഗോപിക, താങ്ക് യു. ഗോപിക, അത് എവിടെ വെച്ചിട്ടാണ് ഈ മീറ്റപ്പ് നടക്കുന്നത്? കൊണ്ടോട്ടിയിലാണ് ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ്. ഇത് എവിടെയാ ഓഫീസ്? കൊണ്ടോട്ടി നമുക്ക് ലൊക്കേഷൻ മാമിനായി സെന്റർ തന്നെയാണ് വരുന്നത്. തന്നെയാണ്. ഓക്കെ, മാമിനെ ഇൻവൈറ്റ് ചെയ്യണം. മാം എന്താ? നോക്കാം, തീർച്ചയായിട്ടും. ഓക്കെ.
ഓക്കെ, അപ്പൊ എല്ലാവരും മീറ്റപ്പിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ താല്പര്യമുള്ളവരെല്ലാവരും നമുക്ക് ഒരുപാട് ഈ പ്ലാറ്റ്ഫോം വഴി കാണുക, സംസാരിക്കുക എന്നല്ലാതെ ഒരുപാട് പേരെ മീറ്റ് ചെയ്തിട്ട് പറ്റിയിട്ടില്ല ഇതുവരെ. സോ എല്ലാവരും കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ മാം പറഞ്ഞപ്പോൾ തന്നെ സെൽഫ് ലോ നമുക്ക് വേണ്ടി ടൈം നമ്മൾ മാറ്റി വയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ടോൾ. അപ്പൊ നമുക്കൊരു സെക്ഷൻ വൈൻഡ് ചെയ്യാം. പ്രവീണ മാം നല്ലൊരു പാട്ടൊക്കെ പഠിച്ചിട്ട് വരണേ, നല്ല അടിപൊളി ഒരു പാട്ടൊക്കെ പാടണം കേട്ടോ. ഓക്കെ ഓക്കെ, ശരി, ഈ സെക്ഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ടു ഓൾ. ബൈ. Thank you all. Thank you, Pravina. Thank you all. Thank you, Pranav.